എല്ലാവർക്കും ഗളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമ്മുടെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ ഇഷിത ആശുവിനെ വിളിച്ച് സംസാരിക്കുകയാണ്. കൈലാസ് വന്ന കാര്യമൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ ആശു പറയുന്നത് എന്തായാലും ഞാൻ ഇവിടെ പറയട്ടെ, അവരുടെ പ്ലാനുകളൊക്കെ പൊളിയട്ടെ എന്ന രീതിയിൽ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ആശു പോയിട്ട് ഈശ്വരനോട് പറയുന്നു, നിങ്ങളെല്ലാം ആലോചിച്ച് വെച്ചോളൂ, പക്ഷേ കൈലാസം തിരിച്ചു വന്നെന്ന് പറയുന്നു. എൻ്റെ അനിയത്തിയുടെ പേരിൽ കുറ്റം ചേർത്താൻ ഇരുന്നതല്ലേ നിങ്ങൾ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആശു അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈശ്വരനും അമ്മയും കൂടെ പറയുകയാണ്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം നമ്മൾ എന്തൊക്കെ മനക്കോട്ട കിട്ടിയതാന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. ആ സമയത്ത് അവൻ്റെ അമ്മ പറയുന്നത് സാരമില്ല, നമുക്ക് അവസരങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും എന്ന് പറയുകയാണ്. ഇതേസമയം നമ്മുടെ ഇഷിതയുടെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഇഷിതയുടെ അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ചന്ദനം നമ്മുടെ ഇഷിതയ്ക്ക് തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇഷിത പറയുന്നു, ഈ തണുത്ത ചന്ദനം നെറ്റിയിൽ തൊടുമ്പോൾ തന്നെ അറിയാം മനസ്സിനൊരു സമാധാനമുണ്ട് എന്നുള്ള രീതിയിൽ പറയണു. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു. എന്നിട്ട് ഇഷിത പറയുന്നത് എന്തായാലും കൈലാസിൻ്റെ സ്വഭാവത്തിനും മാറ്റമൊന്നും വന്നിട്ടില്ല, അവൻ നന്നാകാനും പോകുന്നില്ല. അപ്പോൾ പ്രഭുദേവ സാറും പറയുന്നു, എന്തായാലും ഈശ്വരനിലേക്ക് എടുക്കണമെങ്കിൽ ഈ സമയമൊന്നും പോരാ, കുറച്ച് സമയം വേണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നീട് നമ്മൾ കാണിക്കുന്ന ഇഷിത ഫുഡ് എടുത്തു വയ്ക്കുകയാണ്. മോഹനവല്ലിക്കും രാമനാഥനും ഫുഡ് എടുത്തു കൊടുക്കുക, രണ്ടുപേരും ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ രാമനാഥൻ ചോദിക്കുന്നു കൈലാസ് എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ മഹേശ്വരി സ്വപ്നവല്ലി പറയുന്നു, മഞ്ജിമ വിളിക്കാൻ പോയിട്ടുണ്ട്, ഇപ്പോൾ വരുന്നു പറയുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് വിളമ്പി കൊടുക്കുകയാണ്. ആ സമയത്ത് കൈലാസും മഞ്ജിമ അങ്ങോട്ടേക്ക് വരുന്നു. കൈലാസ് ഭക്ഷണത്തിന് മുമ്പിലിരിക്കുന്നു. അപ്പോൾ പറയുന്നു, അയ്യോ ഇവിടെ ഫിഷിൻ്റെ സ്മെല്ലുണ്ടല്ലോ, എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുന്ന സമയത്ത് പറയുന്നു, എനിക്ക് അകത്തേക്ക് തന്നാൽ മതി, കുറച്ച് ഫ്രൂട്ട്സോ എന്തെങ്കിലും തന്നാൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലി ഇഷിതയോട് ചോദിക്കും, ഇവിടെ എന്താ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മുടെ ഇഷിതയാണെങ്കിൽ ആ പാത്രത്തിൻ്റെ അടപ്പ് പൊക്കിയിട്ട് പറയുക, ഇവിടെ കുറച്ച് ഫിഷ് ഫ്രൈ ഉണ്ട്, മഹേഷിന് ഫിഷ് വേണമെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ഇത് കേട്ട ഉടനെ പിന്നെ അവർക്ക് കൈലാസിന് ഇതെങ്ങനെ മനസ്സിലായി എന്നുള്ള രീതിയിൽ അങ്ങ് ഭക്തി മാറുകയാണ്. അങ്ങനെ അവർ കഴിച്ച് എഴുന്നേൽക്കുകയാണ്. പിന്നീട് ഇഷിത ടേബിൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കൈലാസ് അടുത്തേക്ക് വരികയാണ്. കൈലാസിൻ്റെ പുതിയ അടവാണ്. കൈലാസ് അവളോട് ക്ഷമിക്കാനൊക്കെ പറയുന്നു. അപ്പോൾ ഇഷിതയാണ് നമ്മളെ ആക്കിയാണ് പറയുന്നത്. അപ്പോൾ കൈലാസ് പറയുന്നു, ഞാൻ നല്ലവനായി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇഷിതയ്ക്ക് അറിയതല്ല ഇവൻ്റെ പുതിയ അടവുകളാണെന്നുള്ളത്. അപ്പോൾ നിൻ്റെ കാല് പിടിക്കാന്നൊക്കെ നമ്മുടെ കൈലാസ് പറയുകയാണ്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, എൻ്റെ കാലൊന്നും പിടിക്കണ്ട, നിങ്ങൾ നന്നായി നിങ്ങൾക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ സ്കൂളാണ് കാണിക്കുന്നത്. സ്കൂളിൽ ആദ്യം ഇങ്ങനെ വരുന്ന ആ സമയത്ത് ചിപ്പിയും കൂട്ടുകാരും കൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് കൂട്ടുകാർ പറയുന്നത്, അത് നിൻ്റെ ഏട്ടൻ വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ചിപ്പി പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നു. അപ്പോൾ കൂടെയുള്ളവർ പറയുന്നില്ല, നീ പൊക്കോള്, നിൻ്റെ ആദ്യേട്ടൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ചിപ്പിയും കൂട്ടുകാരും ആദ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ചിപ്പി ചോദിക്കുന്നു, ആദ്യേട്ടാ, അപ്പോൾ ദേഷ്യത്തിൽ ആദ്യം ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിപ്പി പറയുന്നു, ആദ്യേട്ടൻ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ പതുക്കെ ചെയ്തോളാം എന്നുള്ള രീതി പറയുകയാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട് പുറംതിരിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മുടെ ചിപ്പി ഇൻഷാദെ എന്ന് വിളിക്കുകയാണ്. അപ്പം നമ്മുടെ ആദ്യം തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് നിന്നോട് ആരാ പറഞ്ഞത് ഇങ്ങനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ആദ്യക്ക് നല്ല ദേഷ്യം വരുന്നു. അങ്ങനെ ആദ്യം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ ആകാശും രചനയും ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. രചന പറയുന്നു, എന്തായാലും ആകാശിന് ഇതിൽ പങ്കില്ലെന്ന് എനിക്ക് മനസ്സിലായി, കൈലാസ് തിരിച്ചു വന്നു എന്നുള്ള കാര്യം അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. കൈലാസ് സ്വാമിയായിട്ടാണ് വന്നതെന്നുള്ള രീതിയിലൊക്കെ പറയും. എന്തായാലും കൈലാസിൻ്റെ ബുദ്ധി കൊള്ളാം എന്ന് രചന പറയുന്നു. അപ്പോൾ ആകാശ് എന്തായാലും നിനക്ക് മനസ്സിലായല്ലോ കൈലാസ് മാറിയിട്ടൊന്നുമില്ല എന്ന്. അപ്പോൾ രചന പറയുന്നത് ശരിയാണെന്ന് പറയുന്നു. ആ സമയത്ത് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ സ്കൂളിൽ ഇങ്ങനെ നടന്ന കാര്യങ്ങൾ പറയുന്നു. ഇനി സ്കൂളിലാരും എനിക്ക് 2 ഡാഡിമാരുണ്ടെന്ന് പറയാൻ പാടില്ല, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. അത് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു പോകണം. അപ്പം നമ്മുടെ ആകാശ് രചനയോട് പറയും, ഇത് നടക്കത്തില്ലെന്ന് നീ നിൻ്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയും. അപ്പം പിന്നീട് രചന ആലോചിക്കും, ഇത് മഹേഷിൻ്റെ പ്ലാനാണ്, ഇങ്ങനെ അവൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതിൽ ഒരു വഴി കണ്ടെത്തണം എന്നിങ്ങനെ രചന ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ്
അങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സീനാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കൈലാസ് ആകാശിനെയൊക്കെ കാണുന്നുണ്ട്, പുതിയ ആശ്രമം തുടങ്ങണമെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ വീട്ടിൽ പൂജ നടത്തുന്നു, ഭയങ്കര പരിപാടികളാണ്. കൈലാസിൻ്റെ പുതിയ തന്ത്രങ്ങളും അടവുകളും ഒക്കെയാണ് ഇനി മുന്നോട്ടുള്ള എപ്പിസോഡിലുള്ളത്. വളരെ രസകരമായ എപ്പിസോഡാണ് വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക്